US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പരാമർശമാണ് ചർച്ചയാകുന്നത്. ട്രംപിൻ്റെ പരാമർശം ഇങ്ങനെയാണ്: ആർക്കറിയാം, ഒരുപക്ഷെ ഒരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിറ്റേക്കും. ഇങ്ങനെയാണ് ട്രംപ് സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. പാകിസ്ഥാന്റെ എണ്ണശേഖരം വികസിപ്പിക്കാൻ US-ന്റെ സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റിലാണ് ട്രംപിൻ്റെ ഈ പരാമർശം. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% തീരുവയും അധിക പിഴയും ചുമത്തിയ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് പാകിസ്ഥാന് സഹായഹസ്തം നീട്ടിക്കൊണ്ടുള്ള ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. പാകിസ്ഥാന് വെറും വാഗ്ദാനം മാത്രമല്ല നൽകിയത്, ഇതിനായി വ്യാപാര കരാറിൽ ഒപ്പിട്ടതായും ട്രംപ് അറിയിച്ചു. പാകിസ്ഥാനുമായി ഞങ്ങൾ കരാർ ഒപ്പിട്ടു, അതിലൂടെ പാകിസ്ഥാനും അമേരിക്കയും അവരുടെ എണ്ണശേഖരം വികസിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കും. ഇങ്ങനെയാണ് ട്രംപ് കുറിച്ചത്. കരാർ പ്രകാരം ഏത് കമ്പനിക്കാണ് ഇതിൻ്റെ ചുമതല നൽകേണ്ടതെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. മാസീവ് ഓയിൽ റിസർവ് എന്ന വാക്കാണ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ വമ്പൻ എണ്ണശേഖരം എന്ന ട്രംപിൻ്റെ വിശേഷണം എത്രത്തോളം ശരിയാണ്? ട്രംപിൻ്റെ പരാമർശത്തിൽ അല്പം അതിശയോക്തിയുണ്ട്. അല്പം അതിശയോക്തി എന്ന് മാത്രമല്ല, ഒരു വലിയ തള്ളാണത്. കാരണം പാകിസ്ഥാന് പരിമിതമായ എണ്ണ വാതക ശേഖരം മാത്രമേ ഉള്ളൂ. ഇറക്കുമതിയിലൂടെയാണ് പാകിസ്ഥാന്റെ ആവശ്യത്തിൻ്റെ 85% നിറവേറ്റുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. 2016 കണക്കനുസരിച്ച് പാകിസ്ഥാനിൽ 353.5 ദശലക്ഷം ബാരൽ എണ്ണ ശേഖരമാണ് ഉണ്ടായിരുന്നത്. ഇത് ആഗോളതലത്തിൽ 52ാം സ്ഥാനത്താണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ലോകത്തിലെ മൊത്തം കരുതൽ ശേഖരത്തിൻ്റെ 0.021% മാത്രമാണ് പാകിസ്ഥാന്റെ പങ്ക്. പ്രതിദിനം ഏകദേശം 5,56,000 ബാരലാണ് നിലവിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന എണ്ണയുടെ കണക്ക്. രാജ്യം എണ്ണ ഇറക്കുമതി ചെയ്തില്ലെങ്കിൽ ഈ കരുതൽ ശേഖരം 2 വർഷത്തിൽ താഴെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. പ്രതിദിനം ഏകദേശം 70,000 മുതൽ 80,000 വരെ ബാരൽ എണ്ണ ഉൽപ്പാദനമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ ഉപഭോഗത്തിൻ്റെ 15-20% മാത്രമേ വരുന്നുള്ളൂ. പാകിസ്ഥാനിൽ പെട്രോളിൻ്റെ നിലവിലെ വില ലിറ്ററിന് 272 രൂപയാണ്. അതിവേഗ ഡീസലിന് ലിറ്ററിന് 284 രൂപയോളം വരും. ഈ ഇന്ധനങ്ങളുടെ ഇന്ത്യയുടെ വിലയുടെ ഇരട്ടിയിലധികം വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിലകളിൽ ഒന്നാണത്. നിലവിൽ ഇന്ത്യയിൽ പെട്രോളിൻ്റെ വില ലിറ്ററിന് ഏകദേശം 94 രൂപയും ഡീസലിൻ്റെ വില ലിറ്ററിന് 87 രൂപയുമാണ്. നികുതികൾ കാരണം സംസ്ഥാനങ്ങളിലുടനീളം നേരിയ വ്യത്യാസങ്ങളുണ്ട്. പാകിസ്ഥാനിലെ എണ്ണ പരിവേഷണത്തിൻ്റെ വിജയനിരക്ക് വളരെ കുറവാണ്. അതിനൊപ്പം രാഷ്ട്രീയ, സാമ്പത്തിക, സുരക്ഷാ ആശങ്കകൾ നിക്ഷേപകർക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. പാകിസ്ഥാനിലെ ശുചീകരണ ശേഷിയും പരിമിതമാണെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ചുരുക്കത്തിൽ ട്രംപിൻ്റെ പ്രസ്താവനയും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെന്ന് വ്യക്തം. ഒരു കാലത്തും ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ പോകുന്നതേയില്ല.